ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമിമു ഫാസ്റ്റ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് അടിപൊളിയായിട്ടുള്ള ഉള്ളിവടയുടെ റെസിപ്പിയാണ്. ഞാൻ 2 മീഡിയം വലുപ്പത്തിനുള്ള സവാള വളരെ കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വലിയ വലിയ പീസായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം കേട്ടോ, സവാളയുടെ. എന്നിട്ട് നമുക്കത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഈ സവാളയിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരുന്നത് പിഴിഞ്ഞ് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കുക കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ നീരിറങ്ങി വരും. നമുക്ക് നീരില്ലാണ്ട് വേണം സവാളയിൽ ഉള്ളിവട ഉണ്ടാക്കാൻ. എന്നിട്ട് നമുക്ക് ആ ബൗളിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് അതിലേക്ക് വീണ്ടും സവാള തിരിച്ചിടുക. അതിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. കറിവേപ്പില, 2 പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കുത്തിയരിഞ്ഞത്. അതിലേക്ക് പിന്നെ ഇടേണ്ടത് 3 ടീസ്പൂണോളം കടലമാവ്, 2 ടീസ്പൂണോളം മൈദപ്പൊടി. മാവ് ഇനി നമുക്കിത് കുഴച്ച ശേഷം നമുക്ക് ഇനി വേണോ വേണ്ടേ എന്നുള്ളത് നോക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് മാവിൻ്റെ അളവ് നമുക്ക് ചേർക്കേണ്ടത്. അതിനോടൊപ്പം കുറച്ച് പെരിഞ്ചീരകവും ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതുണ്ടാക്കുമ്പോൾ സവാള മുന്നിട്ട് നിൽക്കണം, മാവ് അത് കുറച്ച് പിന്നിൽ നിന്നാൽ മതി. കാര്യം സവാള ഉള്ളിവടയാണല്ലോ, അപ്പോൾ സവാളയാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതേ നമ്മുടെ മാവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും എല്ലാം ആയിട്ടുണ്ട്. എനിക്ക് രണ്ടാമത് മാവ് ഇടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതേ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നു. ഫ്ലെയിം നന്നായിട്ട് കുറച്ച ശേഷം വേണം നമ്മൾ ഈ ഉള്ളിവട ബോൾസായിട്ട് എടുത്തിട്ട് ഉള്ളം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടത് ഒന്ന് പരത്തി നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും നന്നായിട്ടിത് മൊരിച്ച് നമുക്കെടുക്കാം കേട്ടോ. അപ്പോൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല അടിപൊളി, നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ തയ്യാറായി. നമുക്ക് വൈകിട്ട് ചായയൊക്കെ ഇടുന്ന ടൈമിൽ, ചായ തിളച്ച് വരുന്ന ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് ഉള്ളിവട. നല്ല വെളിച്ചെണ്ണയിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കാനും പറ്റും. മക്കൾക്കും നമുക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള നല്ല എണ്ണയും നല്ല ഫുഡും തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഉള്ളിവട ആരും മേടിക്കാനായിട്ട് പുറത്തൊന്നും പോകണ്ട കേട്ടോ. നമ്മുടെ ഉള്ളിവട ഞാൻ 2-3 ട്രിപ്പായിട്ട് ഇട്ടതിന് ഏകദേശം ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയും കടുപ്പത്തിനൊരു ചായയും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും കൂടി